ബി.ജെ.പിയോട് കളിച്ചാൽ അതിനി ആരാണെങ്കിലും എത്ര വലിയ കൊമ്പനാണെങ്കിലും തറ പറ്റിച്ചേ ബി.ജെ.പിയും കേന്ദ്രവും അടങ്ങുകയുള്ളൂ. മുക്കും മൂലയും നോക്കി ഏറ്റവും അതിന്റെ അന്ത്യം വരെ കണ്ട ശേഷം മാത്രമേ ബി.ജെ.പി ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അത് തങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിലും അല്ലെങ്കിലും. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഭരണം ബി.ജെ.പിയുടെ കയ്യിലാണ്. തങ്ങൾക്കെതിരെ വരുന്ന വിവാദങ്ങളെയും തങ്ങൾക്കെതിരെ വരുന്ന ശക്തികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള കഴിവും കരുത്തും ഇന്ന് ബി.ജെ.പി സർക്കാരിനുണ്ട്. അത്രത്തോളം വലിയൊരു തലവൻ തന്നെയാണ് ഇന്ന് ബി.ജെ.പിയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഇരിക്കുന്നതും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എല്ലാ തിരിച്ചടികൾക്കും മറുപടി കൊടുക്കാൻ കരുത്തുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇടവും വലവും അമിത്ഷായും ഡോവലും നിൽക്കുന്നിടത്തോളം ഒരു ചെറുവിരൽ കൊണ്ട് പോലും ബി.ജെ.പിയെ തൊട്ട് നോക്കാൻ ആരെയും അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിനെ ഇളക്കി മറിച്ചുകൊണ്ട് അമിത്ഷാ എത്തിയിരുന്നു. സ്റ്റാലിനെ കുറിച്ചുള്ള പല തുറന്നു പറച്ചിലുകളും ആയിട്ടാണ് അമിത്ഷാ എത്തിയത്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ആരോപിക്കുന്നത് പോലെ ഫണ്ട് അനുവദിച്ചതിൽ തമിഴ്നാടിനോട് കേന്ദ്രം അനീതി കാണിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ സ്റ്റാലിൻ ഉയർത്തുന്ന പൊള്ളയായ പ്രചാരണങ്ങളാണിതെന്നും അമിത്ഷാ തുറന്നടിച്ചു. സംസ്ഥാനത്തെ വിവിധ ബി.ജെ.പി പാർട്ടി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാലിന്റെ ആരോപണങ്ങളെ നിരാകരിച്ച ഷാ 2014-24 കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാനത്തിന് 5,08,337 കോടി രൂപ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡീലിമിറ്റേഷൻ പ്രക്രിയയെക്കുറിച്ച് തെറ്റായ പ്രചാരണം കേന്ദ്രം പ്രചരിപ്പിച്ചതായും സ്റ്റാലിൻ ആരോപിച്ചിരുന്നു. തുടർന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമിടാനും അമിത്ഷാ സമയം കണ്ടെത്തി. ആനുപാതികമായി അതിർത്തി നിർണയം നടത്തുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പാർലമെന്ററി പ്രാതിനിധ്യത്തിൽ കുറവ് വരില്ലെന്ന് അമിത്ഷാ ഉറപ്പിച്ചു പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിലെ പരാജയം സംബന്ധിച്ച് ഭരണകക്ഷിയായ DMK സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. തമിഴ്നാട്ടിൽ ദേശവിരുദ്ധ പ്രവണത ഇക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. 1998 ബോംബ് സ്ഫോടന കേസിലെ പ്രതിയും സൂത്രധാരനുമായ SA ഭാഷയ്ക്ക് തമിഴ്നാട് സർക്കാർ സുരക്ഷ ഒരുക്കിയിരുന്നതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയ സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽക്കുന്നതിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചുവെന്നും അനധികൃത ഖനന മാഫിയ ഇവിടെ രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. DMKയുടെ എല്ലാ നേതാക്കളും അഴിമതിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾ നിരവധി വിഷയങ്ങളിൽ അസ്വസ്ഥരാണെങ്കിലും മുഖ്യമന്ത്രിയും മകനും പൊതുജന ശ്രദ്ധ തിരിക്കാൻ ചില വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. തെക്കിനോട് ഒരു അനീതിയും അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അതിർത്തി നിർണയത്തെക്കുറിച്ച് അവർ ഒരു യോഗം നടത്താൻ പോവുകയാണ്. മാർച്ച് 5-ന് തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഷാ പറഞ്ഞു. എന്നാൽ മണ്ഡല പുനർനിർണയത്തിനു ശേഷം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിനും ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ലെന്ന് മോദി സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് BJP നേതാവ് പറഞ്ഞു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ NDA അധികാരത്തിൽ വരുമെന്നും മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിലെ BJPയുടെ വിജയത്തെക്കാൾ വലിയ വിജയം നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ചടങ്ങിൽ തിരുവണ്ണാമലയും രാമനാഥപുരത്തും പാർട്ടി ഓഫീസുകൾ കൂടി ഷാ ഉദ്ഘാടനം ചെയ്തു.